എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ മണക്കയത്തുള്ള ഭീമരം കോളനിയിലേക്കാണ്. അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും അമ്പലത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ഇവിടേക്ക്. ആറുമുഖ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് മനമുരുകി വിളിച്ചാൽ സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും. ശരീരത്ത് ബാധ കയറിയാൽ അവരെ ഒഴിപ്പിക്കുന്നതാണ്. വിശ്വാസത്തോടുകൂടി ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ നമ്മളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നടക്കുന്നതാണ്. ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടുമുകളിലായി 2018 ഉരുൾപൊട്ടുകയും അത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുകളിലേക്ക് വരാതെ വഴിമാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലുള്ള എല്ലാവരുടെയും വിശ്വാസം സുബ്രഹ്മണ്യ സ്വാമിയാണ് തങ്ങളെ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷിച്ചത് എന്നാണ്. കേരളത്തിലെ പേരുകേട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ നടയിൽ വന്ന് മനമുരുകി സുബ്രഹ്മണ്യനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താഗ്രഹം തന്നെയായാലും അത് നടന്നു. എൻ്റെ പേര് അജ്മോൾ എന്നാണ്. ഞാൻ മാടോണ്, വടശ്ശേരിക്കര മാടോണാണ് താമസിക്കുന്നത്. ഇവിടെ ഞാൻ ഷഷ്ടി നോയമ്പ് നോക്കാനായിട്ടാണ് ഇവിടെ വന്നത്. കുറച്ച് പേര് എല്ലാവരോടും ഒന്നിച്ച് വന്നത് ഷഷ്ടി നോയമ്പ്. അതിനെ തുടർന്ന് പിന്നെ എല്ലാ മാസങ്ങളിലും എല്ലാം ഷഷ്ടി നോക്കാനും ഒക്കെ വന്നു. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടുന്ന് തുടങ്ങിയിട്ടാണ് നടക്കുന്നത്. എല്ലാ കാര്യത്തിനും ഒരു തടസ്സമില്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ കുഞ്ഞിനാണെങ്കിലും ഇടയ്ക്കൊരു അസുഖമൊക്കെ വന്നായിരുന്നു, അലർജിയൊക്കെ വന്നു ഭയങ്കരമായിട്ട് ആശുപത്രിയിലൊക്കെ ആഴ്ചകളോളം കൊണ്ടുപോയി. ഇവിടെ എല്ലാം കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലോട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് സ്വാമി പറഞ്ഞു ഇവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ തലേദിവസം പോകുന്നതിൻ്റെ തലേദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. സ്വാമി പിന്നെ ഇവിടുന്ന് പൂജിച്ച് ഭസ്മമൊക്കെ ദേഹം മൊത്തം തേച്ച് മൊത്തം അങ്ങ് തടിച്ച് തീർത്തിരിക്കുകയായിരുന്നു കുഞ്ഞിന്. എന്ത് ചെയ്ത് മരുന്ന് ഇഞ്ചക്ഷൻ എല്ലാം ഡയറക്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരെ അവർ ഡയറക്റ്റ് ICUലോട്ടൊക്കെയാണ് കയറ്റിയത്. എന്നിട്ടും അവിടുന്ന് പിന്നെ അവനൊരു കുറവും വരാഞ്ഞിട്ടാ ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ പിന്നെ വന്നു. അപ്പം ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സ്വാമി എന്നാൽ ഇങ്ങനെ വാന്നും പറഞ്ഞ് വന്നു. പിന്നെ തിങ്കളാഴ്ച അല്ലേ പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഞായറാഴ്ച ഇവിടെ വന്ന് സ്വാമി ദേഹം മൊത്തം അവന് ഭസ്മം പുരട്ടി കുളിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ആ പാട് പോലും ഇല്ലാതെ ഇങ്ങനെ ദേഹമെല്ലാം ശരിയായി. ഏറ്റവും വലിയ വിശ്വാസമാണ്. എൻ്റെ വീട് പത്തനംതിട്ട കുമ്പളാന്ത സ്ഥലത്താണ്. ഞാനിപ്പോൾ 8 വർഷമായി ഇവിടെ നാട്ടിലേക്ക് വിമരത്തി വന്നിട്ട് ഈ അമ്പലത്തിൽ ഭഗവാന്റെ നടയ്ക്ക് വന്ന്. അത് കഴിഞ്ഞ് 4 വർഷമായി എനിക്ക് മക്കളില്ലായിരിക്കുമായിരുന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാമി പോലും ഇവിടെ അറിഞ്ഞില്ല. തിരുമേനി ഇവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പം എനിക്ക് മോനാണ് ജനിച്ചു. ഞാനിവിടെ വന്ന് 3 മാസം കഴിഞ്ഞപ്പം ഒരു പട്ട് സമ്മതിച്ചു. അതിൽ പിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ് എന്ന് ഞാൻ വരുന്നുണ്ട്. ഭഗവാന്റെ സന്നിധി വന്ന് പോകുന്നുണ്ട്. എൻ്റെ പേര് വൈദ്യർ മോഹനൻ, നോർനാടാണ് സ്ഥലം. ഞാനിവിടെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് 10-35 വർഷത്തിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇവിടെ പൂജകളും കാര്യങ്ങളും എല്ലാം സ്വാമി നടത്തുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിൽ എനിക്ക് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ മദ്യമൊക്കെ കഴിക്കുന്നതായിരുന്നു. ഇവിടെ വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് പോയതിന് ശേഷം എനിക്ക് ആ മദ്യം കഴിക്കാനുള്ള ആഗ്രഹം അതിൽ നിന്ന് വിട്ടുമാറി. മെൻ്റൽ പ്രോബ്ലങ്ങളുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്, അവരുടെ രോഗങ്ങൾ മാറുന്നുണ്ട്. നാടൻ മറുതായൊക്കെ അതേ രീതിയിൽ ശരീരത്തിൽ ബാധകളൊക്കെ അദ്ദേഹം ഒഴിച്ചു വിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവല്ല, പക്ഷേ സുബ്രഹ്മണ്യൻ്റെ സ്വാമിയുടെയും പിന്നെ മലയപ്പൂപ്പന്മാരുടെയും ആ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് അത് ഭസ്മം ഇട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അസുഖങ്ങൾ ഭേദമായിട്ട് അത് വരുന്ന ആൾക്കാർ സന്തോഷത്തോടെ പോകുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ മണക്കെ ഭീമരം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെയും തലപ്പാറമലയുടെയും അടിവാരത്താണ് ഈ അമ്പലം. ഇവിടെ ശിവപ്രതിഷ്ഠയുണ്ട്, മുരുകനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ഹനുമാനുണ്ട്, നാഗമുണ്ട്, ഇടുമ്പസ്വാമിയുണ്ട്, വിഷ്ണുവുണ്ട്, യോഗീശനുണ്ട്, മാരിയമ്മയുണ്ട്, കറുപ്പസ്വാമിയുണ്ട്, മലദൈവങ്ങളുണ്ട്. എല്ലാവർക്കും ഇവിടെ പൂജ നടക്കുന്നുണ്ട്. എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തുന്നത് കാഞ്ചീപുരം, തഞ്ചാവൂർ, പളനിയിലുള്ള മുഖ്യ കാർമ്മിത്യം പിടിച്ച തന്ത്രിമാരാണ് ഇവിടെ വന്ന് ആദ്യത്തെ കുംഭാഭിഷേകം നടത്തിയത്. ഈ ശരീരത്ത് ഇവിടെ ബാധകൾ കയറി വന്നിട്ടുള്ളവർ അവരിവിടെ വന്ന് വിളിച്ച് അവരുടെ ആത്മാവിനെ ശരീരത്തിൽ വരുത്തി അതവർ സത്യം പറഞ്ഞ് തുള്ളി മാറിപ്പോവുക. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഭഗവാൻ ഒരുപാട് കൊടുക്കുന്നുണ്ട്.
മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ ഇവിടുന്ന് കേസ് കെട്ടി ഇവിടെ വന്ന് തീർക്കുന്നവരുണ്ട്. എൻ്റെ ഗുരു മഹാവിഷ്ണുവാണ്. വിഷ്ണുവിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അദ്ദേഹമാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നതും ചെയ്യുന്നതും. ഈ ഒരു പ്രസിദ്ധി വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ്. ആൾക്കാർ അറിഞ്ഞു കേട്ട് വരട്ടെ, വന്നിട്ട് അവർ ചെയ്യുന്നതാണ്, അവരുടെ അനുഭവങ്ങളിവിടെ പറയുന്നതാണ് എൻ്റെ ഒരു പ്രസിദ്ധി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതല്ല, നാട്ടുകാർക്കത് പോരാ. ഇത് ലോകം ഒന്ന് അറിയണം, അതിനുവേണ്ടിയുള്ളതാണ് ഇപ്പോഴേ ഈ ഒരു അവസരം. ദൂരെയൊക്കെ ഉള്ള ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് അനുഭവമാണ്. കൂടുതൽ ഇപ്പോഴെനിക്കിതിൽ പറയാനുണ്ട്. ഇതൊക്കെ കാര്യങ്ങൾ ഈ ഒരവസരത്തിൽ ആകാം. എൻ്റെ പേര് ദേവി എന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ പെരുന്നാട് പഞ്ചായത്തിൽ മണക്കയം 10-ാം വാർഡ് ബിമ്മരം കോളനി, SC കോളനി എന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഞാൻ ഈ നാട്ടിലെ ഈ ദേശത്തുള്ളതാണ്. എന്തൊരാപത്തുണ്ടായാലും കഷ്ടങ്ങളുണ്ടായാലും ഞങ്ങൾക്ക് ഈ സ്വാമി, ഈ അമ്പലം കൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയോജനമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ കോളനി 4 ഉരുള് പൊട്ടി. ഉരുള് പൊട്ടിയിട്ട് ഒരു ജനങ്ങൾക്കും ഒരാപത്തും ഉണ്ടാകാതെ അവരെ സംരക്ഷിച്ച്. അമ്പലത്തിന് തൊട്ട് മേളിൽ നിന്നാണ് ഈ ഉരുള് പൊട്ടി വന്ന്. കാരണം അന്നേരം ഈ സ്വാമി അമ്പലത്തിൽ ഇരിപ്പുണ്ട്. ഒരാപത്തും ഉണ്ടാകല്ലേ, എല്ലാവർക്കും ഒരാപത്തും ഉണ്ടാകല്ലേ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരാപത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംരക്ഷിച്ചു. എൻ്റെ പേര് അഭിലാഷ്. ഞാൻ 10 വർഷമായിട്ട് അമ്പലമായിട്ട് സഹകരിക്കുന്നുണ്ട്. എനിക്കെന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കിട്ടുന്നുണ്ട്. എനിക്ക് ഇന്നലെ ഒരു വയ്യാഴിക വന്നു. ഭഗവാന്റെ നടയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്വാമി ഭസ്മം തന്നു. എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. എനിക്ക് നല്ല വിശ്വാസമാണ്.